ഹലോ, ഇന്നത്ര കാർത്തികേയനല്ലേ? അപ്പം ദേ എനിക്കിത് നല്ല പനിയുണ്ട്. അപ്പോൾ ഒന്നും ചെയ്യണ്ടാന്നിരുന്നപ്പോഴാണ് കേട്ടോ ചേട്ടൻ കുറച്ച് മെഴുകുതിരിയൊക്കെ വാങ്ങിയിട്ട് വന്നത് കത്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ദേ നല്ലൊരു പനിക്കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചിട്ട് നേരെ ജോലിയിലോട്ട് കടന്നേ. അപ്പം പിന്നെ വീട്ടിൽ വേറെ ഒന്നും വാങ്ങിയില്ല. കാച്ചിലുണ്ടായിരുന്നു വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. പിന്നെ ആ കാച്ചിലിന് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. കട്ട് ചെയ്ത് ഇങ്ങനെ ചമ്മന്തി കാന്താരി ചമ്മന്തിയും കൂട്ടിയിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനതിനെ കാച്ചിലിനെ മുറിച്ചുകൊണ്ട് വന്നപ്പോഴത്തേന് അമ്മ വന്നു. പിന്നെ എൻ്റെ നിന്ന് വാങ്ങി അമ്മയാണ് കേട്ടോ ബാക്കി ചെയ്തത്. അങ്ങനെ ചെറിയ കാച്ചിലാണ് കേട്ടോ, ഇത് വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ വേറെ ഒന്നും, നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ, അപ്പോൾ വേറെ ആർക്കും അങ്ങനെ വേണ്ട. അതുകൊണ്ട് കാച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ തന്നെ ഉണ്ടായതായതുകൊണ്ട് ചെറിയൊരു കാച്ചിൽ അതിൽ തന്നെ നമ്മൾ എടുത്തു. ആ കാച്ചിലിനെ നന്നായിട്ട് വൃത്തിയാക്കി. എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ കാച്ചിൽ മാത്രമല്ല, ചെറുകിഴങ്ങ്, നനകിഴങ്ങ്, അങ്ങനെയൊക്കെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ടല്ലോ, അതൊക്കെ കാണും. അപ്പോൾ ഇവിടെ അങ്ങനെ ആർക്കും വേണ്ടാത്തതുകൊണ്ട് നമ്മൾ കാച്ചിൽ മാത്രമാണ് വൃത്തിയാക്കി. ഇനി ഇതിനെ വേവിച്ചെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു കാന്താരി ചമ്മന്തിയും കൂടി വേണം. അപ്പം ഞാൻ അടുത്ത അമ്മ അത് വൃത്തിയാക്കി വെച്ചപ്പോൾ ഞാൻ ഇതേക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാന്താരി, നല്ല എരിയുള്ള കാന്താരി നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. കാന്താരി മുളകും കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു. അതിലിനി കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. അത്യാവശ്യം എരിയൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം എരിയൊക്കെയുള്ള കാന്താരി മുളകാണ്. അതിന് ചമ്മന്തിയൊക്കെ ആക്കി ചമ്മന്തിയും കാച്ചിലും കൂടി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാച്ചിൽ നമ്മൾ അടുപ്പത്ത് വെച്ചു. പുറത്ത് അടുപ്പില്ല, വിറകടുപ്പിലാണ് കേട്ടോ വെക്കുന്നത്. കാച്ചിൽ ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഞാൻ ചായ ഇട്ടായിരുന്നു. ഇവിടെ ചായ അമ്മയ്ക്കോ അച്ഛനൊക്കെ ശരിക്കും ചായ വേണം. അങ്ങനെ ചായയൊക്കെ ഇട്ട് അപ്പത്തേനും കാച്ചിലൊക്കെ വെന്ത് കാച്ചിലും നല്ല എരിയുള്ള കാന്താരി ചമ്മന്തിയും ചായയും കൂട്ടി കഴിച്ച് അപ്പത്തേനും ആമി വന്നേ. അപ്പം ആമിയുടെ അടുത്തെടുത്ത് കഴിക്കാൻ പറഞ്ഞപ്പോൾ ആൾക്ക് വേണ്ടാന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അത് വിളക്കല്ല, മെഴുകുതിരിയാണ്. നമ്മൾ മറ്റേ ഇടിങ്ങിലൊക്കെ കത്തിക്കും. ഇപ്പം ഇടിങ്ങിലില്ലാത്തതുകൊണ്ട് മെഴുകുതിരിയാണ് ഞാനും ആമിയും കൂടിയാണ് കത്തിച്ചത് കേട്ടോ. എനിക്ക് ഒട്ടും വയ്യെങ്കിലും എല്ലാം നമ്മൾ തന്നെ ചെയ്യണം.